നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഈ ഒക്ടോബർ 7 ശേഷം, അതായത് ഇസ്രായേലിൽ അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് ഡിപ്പ് ചെയ്തു. അവിടെ ഹോസ്റ്റേജസിൻ്റെ ക്രൈസിസ്, ഏകദേശം 140 പരം പേര് ഹമാസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അവരെ വിട്ടുകൊടുക്കണം, കുറച്ച് പേരെ അയച്ചു, സീസ് ഫയറൊക്കെ ഉണ്ടായി. അവരെ തിരിച്ചു കൊടുക്കണം, ചില ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം ടെലവീവിലുണ്ടായി. പിന്നെ ആ സമയത്ത് സർവേ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലിക്വിഡ് പാർട്ടി നെതന്യാഹു, കാരണം അദ്ദേഹം ഫാർ റൈറ്റ് പാർട്ടിയുടെ നേതാവായിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത്. പല ആവർത്തി അദ്ദേഹം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി. അദ്ദേഹം നേരത്തെ ഇസ്രായേലിൻ്റെ കമാൻഡോ ഫോഴ്സിൽ അംഗമായിരുന്നു. അവിടെ മാൻഡേറ്ററി ആണ്, അവിടെ അന്നത്തെ സമയത്ത് അവിടുത്തെ ഫോഴ്സിനകത്ത് ജോലി ചെയ്യണം. പിന്നീട് അദ്ദേഹം ബോസ്റ്റൺ അവിടെ പോയി പഠിച്ചിട്ട് അവിടെ ജോലിയായി. പിന്നീട് അദ്ദേഹം തിരിച്ച് ഇസ്രായേലിൽ വന്നിട്ടാണ് അവിടുത്തെ പൊളിറ്റിക്സൊക്കെ കൈകാര്യം ചെയ്ത് അദ്ദേഹം ഇവിടം വരെ എത്തുന്നത്. അപ്പം വലിയ രീതിയിൽ പുറകിലോട്ട് പോയ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പോപ്പുലാരിറ്റി കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഇസ്രായേൽ ലെബനൻ, അതായത് ഹിസ്ബുള്ളയുമായിട്ട് ഫൈറ്റിന് ശേഷം അത് വലിയ രീതിയിൽ തിരികെ വന്നു. അതായത് ഒക്ടോബർ 7 മുമ്പുണ്ടായിരുന്നതിനേക്കാളും വലിയ രീതിയിലാണ് ഇസ്രായേൽ സമൂഹത്തിൽ ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അക്സെപ്റ്റൻസ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അദ്ദേഹം ഇന്ന് യുണൈറ്റഡ് നേഷൻ്റെ ജനറൽ അസംബ്ലി പ്രസംഗിക്കുകയാണ്. മറ്റൊരു കാരണം നിങ്ങൾക്കറിയാം, ജോ ബൈഡൻ ആണെങ്കിലും ഇന്ന് അമേരിക്കൻ ഭരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി ആണെങ്കിലും വലിയ രീതിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ക്രിട്ടിസൈസ് ചെയ്തത്. കാരണം പല ആവർത്തി പല സീസ് ഫയർ നെഗോസിയേഷൻ ഉണ്ടായപ്പോഴും നെതന്യാഹു പല രീതിയിലും വിട്ടുകൊടുക്കുന്നില്ല. ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഹമാസിനെതിരെയുള്ള അറ്റാക്ക് അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ പേരിൽ ബൈഡനുമായിട്ടുള്ള സംസാരം തന്നെ അവരിന്ന് സംസാരിക്കാറില്ല എന്ന് പോലും അമേരിക്കൻ പത്രങ്ങളും ഇസ്രായേലി പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറയുന്നത് പല അമേരിക്കൻ സീനിയർ ആയിട്ടുള്ള ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റ്സ് അവിടുത്തെ പത്രങ്ങളിൽ കൊടുത്ത കോട്ടുകളും കമൻറ്റുകളും ബൈറ്റുകളും നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. പക്ഷേ ഈ 4 ദിവസം കഴിഞ്ഞ ശേഷം അവിടെയുള്ള അമേരിക്കയിലുള്ള ഡെമോക്രാറ്റ്സിനിടയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ഇടയ്ക്ക്, അതായത് 2 ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ 21 ദിവസത്തെ സീസ് ഫയർ ഇസ്രായേലും ലെബനനും തമ്മിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അത് ഫ്രാൻസ് അംഗീകരിച്ചു. ചില യൂറോപ്യൻ രാജ്യങ്ങളും പറഞ്ഞു പെട്ടെന്നൊരു സീസ് ഫയർ വേണം, മറ്റൊരു ഗാസയാകരുത് ലെബനൻ. ഈ രീതി സംസാരം ഉണ്ടായി. ഈ സമയത്തും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് വെർട്ടിക്കൽ സ്പ്ലിറ്റ് ഉണ്ടായി. അവർ പറയുന്നു ഇപ്പോഴൊരു സീസ് ഫയറിൻ്റെ ആവശ്യം, കാരണം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് ബൈഡനെ അനുകൂലിച്ചും ബെഞ്ചമിൻ നെതന്യാഹുവിന് അനുകൂലമായിട്ടും തീരുമാനമുണ്ടായി. ഇപ്പോഴതിൻ്റെ ആവശ്യമില്ല, കാരണം ഗ്രൗണ്ട് ഇൻവേഷൻ നടക്കട്ടെ, തെക്കൻ ലെബനൻ പിടിച്ചെടുക്കണം. ഇതാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്തും ഡെമോക്രാറ്റ്സ് അവിടെ ഭരിക്കുന്ന പാർട്ടിക്കകത്തും ഉണ്ടായിരിക്കുന്ന തീരുമാനം. ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ സീസ് ഫയർ പ്രപ്പോസൽ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. കാരണം അവിടെ ജനകീയമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന് സർവേയിൽ വലിയ പോപ്പുലാരിറ്റി ഉണ്ടായി. കാരണം ഈ പേജർ ബോംബ്, അതായത് മൊസാദിൻ്റെ പഴയ അവരുടെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള സംഭവം, അത് തിരിച്ചു വന്നു. ഈ ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ അവനെ അടിച്ചു നൂത്ത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഇസ്രായേലികൾ, അതായത് ഇസ്രായേലിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി, അതേപോലെ അമേരിക്കയിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ആരാധ്യ പുരുഷനായിട്ട് നെതന്യാഹു പെട്ടെന്നങ്ങ് മാറി. ഇതിനാരാ കാരണക്കാരൻ? ഈ പൊട്ടന്മാരായ ഹിസ്ബുള്ളയും ഹമാസും. ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ്റെ ഗ്രാഫ് ഏറ്റവും താഴ്ന്നു നിന്ന സമയത്താണ് ഹിസ്ബുള്ള ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നത്. തിരിച്ചവിടെ പേജർ ബോംബും വോക്കി ടോക്കി ബോംബും ടെലഫോൺ ബോംബും കയറി അടിച്ച് ഹിസ്ബുള്ളയുടെ പണി അങ്ങോട്ട് തീർത്ത് കഴിച്ചപ്പോൾ
ഗ്ലോബലി പെട്ടെന്ന് നെതന്യാഹുവിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു. ഇപ്പം അടുത്ത കാരണം ലിക്വിഡ് പിന്നെ അടുത്ത ഇലക്ഷൻ നടത്തുവാണെങ്കിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്, ഉറപ്പായിട്ടും നെതന്യാഹു വീണ്ടും അവിടുത്തെ പ്രധാനമന്ത്രിയായി മാറും. ഇപ്പം നെതന്യാഹുവിൻ്റെ ഫാർ റൈറ്റ് പാർട്ടികൾ മാത്രമല്ല, ഈ സെൻട്രിസ്റ്റ് ആയിട്ടുള്ള പാർട്ടികളുണ്ട്, പലതുമുണ്ട്. അവർ പോലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഈ ഹിസ്ബുള്ള ലബനീസ് ഇഷ്യൂവിൽ അവരെ പിന്തുണയ്ക്കുകയാണ്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പൂർണ്ണമായിട്ടും എതിർക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി പോലും ഹിസ്ബുള്ളയെ അടിച്ച അടി അവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം അത് കാരണം ഈ 70,000-ഓളം പേരാണ് ഈ നോർത്തേൺ ഇസ്രായേലിൻ്റെ ബോർഡറിൽ നിന്ന് ഡിസ്പ്ലേസ് ആയിട്ട് മാറിപ്പോയത്. അവരേകദേശം 7-8 മാസം കൊണ്ട് പല ഭാഗത്തായിട്ടാണ് താമസിക്കുന്നത്. നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെ അവിടെ തിരികെ എത്തിക്കുക, ആക്രമണം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല, അതായിരിക്കും ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് പറഞ്ഞത് അവിടെയുള്ള ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ആലോചിക്കുക, നെതന്യാഹുവും മോദിയുടെയും ഏകദേശം ഒരേപോലെയാണ്. മോദി പറഞ്ഞ് ഓർമ്മയുണ്ടായിരിക്കും അധികാരത്തിൽ കയറിയപ്പോഴും, അതായത് ആദ്യത്തെ പ്രാവശ്യം അധികാരത്തിൽ കയറിയപ്പോഴും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നീ ഇന്ത്യയിൽ എവിടെയെങ്കിലും കൊണ്ട് ബോംബ് വെച്ച് എല്ലാ ദിവസവും ഇവിടെ പൊട്ടിക്കുകയാണെങ്കിൽ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കാരണം ആലോചിച്ച് നോക്കണം ഇത് ഭരിക്കുന്നത് ആരാണ്. അതായത് പൊട്ടിക്കാൻ വന്നവനും അവൻ്റെ അപ്പനെ ലോകത്ത് എവിടെയാണെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ വന്ന് തീർക്കും. അതാണ് അജ്ഞാതന്മാർ പലയിടത്തും വെടികൊണ്ട് ചാവുന്നത്. അതേപോലെ തന്നെ നെതന്യാഹു. കാരണം ഇവരൊക്കെ നാഷണലിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. കാരണം ആ രാജ്യത്തുള്ള അവരെ സംരക്ഷിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനം. ഒക്ടോബർ 7 ഏകദേശം 1200 ജൂയിഷ് ആൾക്കാരാണ്, ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത്. കാരണം അതിനകത്തുനിന്ന് പകച്ചു നിൽക്കുന്ന സമയത്താണ് ഹമാസുമായിട്ടുള്ള അറ്റാക്ക് ഉണ്ടാകുന്നത്. അവിടെ കയറി അടിക്കുന്നു, അതിനുശേഷം ലെബനിലോട്ട് കയറുന്നു. ലെബനിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഹിസ്ബുള്ളയ്ക്ക് അടി കിട്ടുകയും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യുമ്പോഴാണ് ഇദ്ദേഹം വീണ്ടും, അതായത് ബെഞ്ചമിൻ ഒരു കത്തുന്ന സൂര്യനായിട്ട് വീണ്ടും ലോകത്തിന് മുമ്പ് വരുന്നത്. മനസ്സിലാക്കുക, ലോക ജനതയ്ക്ക് താല്പര്യം എന്ന് പറയുന്നത് സമാധാനമാണ്. അതായത് ആക്രമണം, ടെററിസം, ഇതിനെയൊക്കെ പൂർണ്ണമായിട്ട് എതിർക്കുന്നവരാണ് ഗ്ലോബലായിട്ട് ഏറ്റവും കൂടുതൽ ജനത. അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇന്ത്യയിലും വലിയ ആരാധകരുണ്ട്. കാരണം നേരത്തെ ഞാൻ നെതന്യാഹുവിനെ പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നേരത്തെ നാരദയിലാണ് ഞാൻ ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ വളർച്ച എങ്ങനെയാണ് വന്നത്, അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി. കാരണം അദ്ദേഹം ഒരു മനോഹരമായൊരു പുസ്തകം എഴുതിയിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി ആകുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അതിനകത്തായിട്ട് ഇത് മുഴുവൻ ഡീറ്റെയിൽസ് വായിച്ചിട്ടാണെന്ന് ഞാൻ വീഡിയോ ചെയ്തത്. നിങ്ങൾ നെതന്യാഹു എന്ന് പറയുന്നൊരു മനുഷ്യൻ ലോകത്തെ എവിടെ വരെയാണ് മാറ്റിയത് മനസ്സിലാക്കുക. തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ലോകത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ആണ്. കാരണം അദ്ദേഹം തീവ്രവാദം ഒരു കാരണവശാലും അദ്ദേഹം സഹിക്കില്ല. ആ രീതിയിലാണ് അദ്ദേഹം പൊരുതുന്നത്. എല്ലാ ആശംസകളും നേരുന്നു.